ടോപ്പ് വെറൈറ്റി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സ്വിംഗ് ടീച്ചർ, UPSI, HSA, ടൈലറിംഗ് ഇൻസ്ട്രക്ടർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, കേട്ടറ്റ് എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. ഇതിനു മുമ്പ് PSC ചോദിച്ച പല ചോദ്യങ്ങളും പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ റെഫർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം, വസ്ത്രങ്ങളിലെ മാംസക്കറ നീക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? വസ്ത്രങ്ങളിലെ മാംസക്കറ നീക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ആൻസർ അമോണിയ. രണ്ടാമത്തെ ചോദ്യം, L സ്ക്വയറിൻ്റെ നീളം എത്ര? L സ്ക്വയറിൻ്റെ നീളം 60 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം, പോളിസ്റ്റർ തുണി ഇസ്തിരി ഇടുന്നതിന് ആവശ്യമായ ചൂട് എത്ര ഡിഗ്രിയാണ്? പോളിസ്റ്റർ തുണി ഇസ്തിരി ഇടുന്നതിന് ആവശ്യമായി സ്വീകരിക്കേണ്ട ചൂട് എത്ര ഡിഗ്രിയാണ്? ആൻസർ 160 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം, എംബ്രോയിഡറി ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സൂചിയുടെ നമ്പർ. എംബ്രോയിഡറി ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സൂചിയുടെ നമ്പർ. ആൻസർ 8-ാം നമ്പർ, 9-ാം നമ്പർ. അടുത്ത ചോദ്യം, മുത്ത് കോർക്കുന്നതിന് ഉപയോഗിക്കുന്ന സൂചിയുടെ നമ്പർ. ആൻസർ 10-ാം നമ്പർ. 10-ാം നമ്പർ സൂചിയാണ് മുത്ത് കോർക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, സിംഗർ മെഷീൻ കണ്ടുപിടിച്ച വർഷം. സിംഗർ മെഷീൻ കണ്ടുപിടിച്ച വർഷം 1851. അടുത്ത ചോദ്യം, വസ്ത്രങ്ങളിലെ പെയിന്റ് കറ നീക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു. വസ്ത്രങ്ങളിലെ പെയിന്റ് കറ നീക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു. ആൻസർ ടർപ്പന്റൈൻ. അടുത്ത ചോദ്യം, ജീൻസ് തുടങ്ങിയ കട്ടിയുള്ള തുണികൾ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന നൂലിന്റെ നമ്പർ. ആൻസർ 10 മുതൽ 40 വരെ. അടുത്ത ചോദ്യം, കളർ വീലിൽ ഇല്ലാത്ത കളർ ഏതാണ്? കളർ വീലിൽ ഇല്ലാത്ത കളർ ഏതാണ്? ആൻസർ ബ്ലാക്ക്. അടുത്ത ചോദ്യം, നൈലോൺ വസ്ത്രങ്ങൾ ഇസ്തിരി ഇടുന്നതിന് ഉപയോഗിക്കുന്ന ചൂട് എത്ര ഡിഗ്രിയാണ്? നൈലോൺ വസ്ത്രങ്ങൾ ഇസ്തിരിയിടാൻ ഉപയോഗിക്കുന്ന ചൂട് എത്രയാണ്? ആൻസർ 120 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം, ഹോൾബീൻ സ്റ്റിച്ചിന്റെ മറ്റൊരു പേര് എന്താണ്? ഹോൾബീൻ സ്റ്റിച്ചിന്റെ മറ്റൊരു പേര്. ആൻസർ ഡബിൾ റൺ സ്റ്റിച്ച്. അടുത്ത ചോദ്യം, ഏറ്റവും ഉറപ്പുള്ള സ്റ്റിച്ച് ഏതാണ്? ഏറ്റവും ഉറപ്പുള്ള സ്റ്റിച്ച് ഏതാണ്? ആൻസർ ബാക്ക് സ്റ്റിച്ച്. അടുത്ത ചോദ്യം, കിങ് ഓഫ് ടെക്സ്റ്റൈൽസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കിങ് ഓഫ് ടെക്സ്റ്റൈൽസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ പരുത്തി. അടുത്ത ചോദ്യം, ലോക കൈത്തറി ദിനം എന്നാണ്? ലോക കൈത്തറി ദിനം എന്നാണ്? ആൻസർ ഓഗസ്റ്റ് 7. അടുത്ത ചോദ്യം, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന എന്താണ്? ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ജൂട്ട്. അടുത്ത ചോദ്യം, ക്യൂൻ ഓഫ് എംബ്രോയിഡറി എന്നറിയപ്പെടുന്ന സ്റ്റിച്ച് ഏതാണ്? ക്യൂൻ ഓഫ് എംബ്രോയിഡറി എന്നറിയപ്പെടുന്ന സ്റ്റിച്ച് ഏതാണ്? ആൻസർ ലോങ് ആൻഡ് ഷോർട്ട്. അടുത്ത ചോദ്യം, ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന്റെ മറ്റൊരു പേര് എന്താണ്? ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന്റെ മറ്റൊരു പേര് എന്താണ്? ആൻസർ ലൂപ്പ് സ്റ്റിച്ച്.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.